എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മഷ്റൂം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി നമ്മുടെ മസാലപ്പൊടികൾ ആദ്യം തന്നെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വാടി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. സവോള ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി എടുത്താൽ മതിയാകും. പുളി അനുസരിച്ച് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 7 കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.